വെൽക്കം ബാക്ക് ടു അനദർ എപ്പിക് എപ്പിസോഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഫിഷിങ്ങിനായിട്ടാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്തെ പരവൂരിനടുത്തുള്ള പൊഴിക്കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. മീൻ പിടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീൻപിടുത്തമാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് ഫിഷിംഗ് റോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്ലോ രീതിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. മീൻ കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് കണ്ണ് കയറി കിടക്കുകയാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു ഫിഷിംഗ് ആദ്യമായിട്ട് പോകുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഫിഷിംഗ് അറിഞ്ഞാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. പറയുന്നത് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ കാണും, എന്നാലും നിങ്ങൾ ക്ഷമിക്കുക. എന്നാലും ഞാൻ ഈ ഒരു സ്റ്റിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ചൂണ്ട ഇടുന്നത് ഈ ഒരു ചൂണ്ടയായിട്ടാണ്, അതായത് റോഡുമായിട്ടാണ് നമ്മളിത് ചൂണ്ട ഇടുന്നത്. ഇതെന്ന് പറയുന്നത് ചൂണ്ടൻ്റെ സുപ്പീരിയർ എന്ന് പറഞ്ഞൊരു 7 feet റോഡാണ്. ഈ ഒരു റോഡ് യൂസ് ചെയ്താണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉള്ളൊരു വ്യൂ നോക്കണേ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്പോട്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരയുണ്ട്. നമുക്ക് മീൻ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. കടൽ നല്ല രീതിക്ക് കയറി കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത തിരകൾ വരുന്നത്. അതുകൊണ്ട് മീൻ പിടിക്കാനും പറ്റുന്നില്ല, കാസ്റ്റ് ചെയ്യാനും പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. മീനൊന്നും ചൂണ്ടയിൽ കയറുന്നില്ല. എന്തായാലും കുറച്ച് നേരം നോക്കാം. നല്ല തിര ഉള്ളതുകൊണ്ട് വന്നിട്ട് കുറേ നേരമായി. ഇതോട്ടും ഇടാനായിട്ട് പറ്റിയിട്ടില്ല ചൂണ്ട. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കടൽ നല്ല റഫായിട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത തിരകളാണ് അടിക്കുന്നത്. അത് കാരണം നല്ല രീതിക്കൊന്നും കാസ്റ്റ് ചെയ്യാനും പറ്റാത്ത രീതിയിലോട്ട് പോയിരിക്കുകയാണ്. വൈകുന്നേരമുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തത്. എന്ത് രസമല്ലേ ഇവിടെ കാണാൻ. സ്ട്രൈക്ക് മീനടിച്ചിരിക്കുകയാണ്. എന്തായാലും കരക്ക് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു ചേട്ടനാണ് മീൻ അടിച്ചിരിക്കുന്നത്. ഏത് മീനാണെന്ന് അറിയത്തില്ല. നല്ല സ്ട്രൈക്കുണ്ട്. മീനകത്ത് കയറൂല്ലെന്ന് നോക്കാം. ഇതാണ് മീൻ. എൻ്റെ മോനെ കല്ലിൻ്റെ ഇടയിൽ പോയിരിക്കുകയാണ്. ഇതാണ് മീൻ. ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയ ചൂണ്ടയിടലാണ്. വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമുക്കൊരു മീനടിച്ചത്. 400 ഗ്രാം വരുന്ന ഒരു പോള എന്ന് പറഞ്ഞ ഇനത്തിലൊരു മീനാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇന്ന് അത് ഈ ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത്. മൊത്തത്തിൽ ഷോകമാണെന്ന്. ഇതിന് മീനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്രാമുള്ള പോളാണ് മീൻ. ഈ മീനാണ് ആ ചേട്ടനെ കിട്ടിയത്. ഇന്നത്തെ ആദ്യത്തെ ഇതാണ്. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. വീഡിയോയുടെ ഔട്ട്രോ എടുക്കാൻ മറന്നുപോയെന്ന്. കുറേ നേരത്തെ മീനുമായിട്ട് മൽപ്പിടുന്നതിന് ശേഷം നമ്മൾ തോൽവി സമ്മതിച്ച് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അത്യാവശ്യം റഫായിരുന്നു കടലെല്ലാം. അതുകൊണ്ട് നമുക്ക് ഫിഷിംഗ് ആക്ടിവിറ്റി വലുതായിട്ട് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരുട്ടിയത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങേണ്ടി വന്നു. എന്തായാലും ഒരു നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നല്ല സീനറി നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്നു.
അതോടൊപ്പം തന്നെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ മീനെ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു കാണുന്നവരേക്കും ബായ്.